ഫ്യൂസ് കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസായിട്ട് ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ പടമാണ്. ഈ പടത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ആരോ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പോസ്റ്റർ പോലെ തോന്നിയായിരുന്നു. ഡേവിഡ് മെക്കൻസി സംവിധാനം ചെയ്ത് അരൺ ടൈലർ ജോൺസൺ, തിയോ ജെയിംസ്, സാം വെർത്തിങ്ടൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഫ്യൂസ് എന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു പൊട്ടാത്ത ബോംബ് ലണ്ടനിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിനടുത്ത് കണ്ടെത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഫ്യൂസ് എന്ന സിനിമ പറയുന്നത്. ഒരു ബോംബ് / ഹൈസ്റ്റ് ത്രില്ലർ പടമാണെന്ന് പറയാം. ഹെൽ ഓർ ഹൈ വാട്ടർ ഉൾപ്പെടെ കുറെ നല്ല സിനിമകൾ സംവിധാനം ചെയ്ത, പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിലേ എന്നൊരു സിനിമയുണ്ട്, ഒരു ക്രൈം ത്രില്ലർ പടമാണ്. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, പക്ഷെ ആ പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന്റെ ഡയറക്ടർ ഡേവിഡ് മെക്കൻസിയാണ് ഈ പടവും സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ജനറിക് ആക്ഷൻ ത്രില്ലറായി പോയി എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടുമടുത്ത കുറെ കാര്യങ്ങൾ, കുറെ ക്ലീശകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ കിടിലൻ കാസ്റ്റിംഗ് ആണ് ഈ പടത്തിൻ്റെത്. അതുപോലെ പടം അങ്ങനെ ബോർ അടിപ്പിക്കുന്നൊന്നുമില്ല. ഫാസ്റ്റ് പേസിൽ വളരെ സ്റ്റൈലിഷ് മേക്കിങ്ങിലൊക്കെ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ കഥയിൽ യാതൊരു പുതുമയും ഇല്ല എന്നുള്ളതാണ്. ത്രില്ലിങ്ങും ടെൻഷൻ ബിൽഡിങ്ങും ആക്കാനുള്ള ശ്രമം, അത്തരത്തിലുള്ള മൊമെന്റ്സ് ഒക്കെ കഥയിൽ ഉണ്ടായിരുന്നു. കഥയിൽ അതിനുള്ള സാഹചര്യം ഒക്കെ ഇവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പടം കാണുമ്പോൾ എവിടെയും അത്രയ്ക്കൊന്നും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ചില ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം മുതൽ തന്നെ അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂചനകളൊക്കെ പടത്തിൽ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ കാണുമ്പോഴും നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കിടിലൻ കാസ്റ്റിംഗ് ആണ് പടത്തിലുള്ളത്. അരൺ ടൈലർ ജോൺസൺ ആണ് മേജർ വിൽ ട്രാൻഡർ എന്നൊരു കഥാപാത്രമായിട്ട് വരുന്നത്. ഒരു ടിപ്പിക്കൽ ആക്ഷൻ ഹീറോ പട്ടാളക്കാരൻ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊരു നായകനായിട്ട് വരുന്നത് തിയോ ജെയിംസ് ആണ്. ചിലപ്പോഴൊക്കെ പുള്ളി കാണിക്കുന്നതൊക്കെ മണ്ടത്തരങ്ങളായിട്ട് ആണ് നമുക്ക് തോന്നുന്നത്. വളരെ വീക്കായിട്ട് ചില ഭാഗങ്ങളിൽ ആ ക്യാരക്ടർ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ അവതാറിലെ നായകൻ സാം വെർത്തിങ്ടൺ യാതൊരു വെറുത്തുമില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. ബാക്കി പല കഥാപാത്രങ്ങളും എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറുകൾ പോലെയാണ് തോന്നിയത്. പടത്തിന്റെ ക്യാമറ, ലൊക്കേഷൻ, എഡിറ്റിംഗ് ഒക്കെ ഡീസന്റ് ആണ്. ലണ്ടനിലും ഇസ്താംബുൾ അതുപോലെ തുർക്കിയിലൊക്കെ ആയിട്ടാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവസാനത്തെ പോർഷനൊക്കെ കണ്ടപ്പോൾ സെറ്റ് ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ആക്ഷൻ സീനൊക്കെ ഉണ്ട്. ഇതിലും ബെറ്റർ സെറ്റ് നമ്മുടെ ഇന്ത്യൻ പടങ്ങളിലൊക്കെ കാണാമെന്ന് തോന്നി. അതുപോലത്തെ ഒരു ഐറ്റം. ഇനി ഇതിന്റെ വേറെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ നന്നായിട്ട് എഴുതിയ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ പടത്തിലില്ല. കഥാപാത്രങ്ങളോടൊന്നും നമുക്ക് യാതൊരു അറ്റാച്ച്മെന്റും തോന്നുന്നില്ല. ആരോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടവും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ചില ടെൻഷൻ ബിൽഡിംഗ് മൊമെന്റ്സ് അത്തരത്തിൽ കാണിക്കാൻ ശ്രമിച്ച നിമിഷങ്ങളൊക്കെയും നമുക്ക് വളരെ ഡൾ ആയിട്ടാണ് ഫീൽ ചെയ്യുക. സോ ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നില്ല ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊരു സംശയം. അങ്ങനെ AI പോസ്റ്ററും ChatGPT വാല സ്ക്രിപ്റ്റും ഒക്കെയാണ് പടത്തിനുള്ളതെന്നാണ് നമുക്ക് തോന്നുക കാണുമ്പോൾ. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് ആക്ഷൻ ഡ്രാമയാണ് ഫ്യൂസ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിനിമാസ്വാദകന് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലീശ പടമായിട്ട് ഇത് കാണുമ്പോൾ തോന്നുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും കാണാനില്ല എങ്കിൽ ചുമ്മാ സമയം കളയാനായിട്ട് ടൈം പാസ് എന്ന നിലയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. പക്ഷെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കാണുക. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. മെയിൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 36 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. US 16+ ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.